പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നിങ്ങളോടൊപ്പം എനിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി കർത്താവിന് നന്ദി കരയറ്റുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് സൗഖ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായി കർത്താവിന് നന്ദി കരയറ്റുന്നു. എനിക്കിവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിലുപരി കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ദൈവം കടന്നു വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരും. നമ്മളിവിടെ കടന്നു വരുന്നതിന് മുൻപായി തന്നെ നമ്മൾ എന്ത് ഓർത്ത്, എന്ത് ഭാരത്തോടെ, എന്ത് പ്രയാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നെന്ന് നമ്മളെ മുറ്റുമായി അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു? എന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ് ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നമ്മളെ മനസ്സിലാക്കുന്ന കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ മാനിക്കുന്ന. പലപ്പോഴും നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ദൈവമേ മാനസാന്തരത്തിലേക്ക് നമ്മളെ നടത്തണമെന്ന് പറയുമ്പോൾ ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവിൻ്റെ മാനസാന്തരം വാഹനം ഇടിപ്പിച്ചും അതുപോലെ രോഗങ്ങളാൽ, ക്ലേശങ്ങളാൽ, കടബാധിതയാലൊക്കെ ബുദ്ധിമുട്ടി മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. വചനത്തിൽ കർത്താവ് എവിടെല്ലാം സന്ദർശിച്ചിട്ടുണ്ടോ അവിടെല്ലാം സൗഖ്യവും സമാധാനവും ശാന്തതയും, ഹല്ലേലൂയ, അതിലുപരി അനുഗ്രഹവും ആ ഭവനങ്ങളിൽ ഇറങ്ങുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. അങ്ങനെയെങ്കിൽ നന്ദിയുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ! നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒരു നിമിഷം അറിയാവുന്നവർ ചേർന്ന് പാടാം. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ! ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരാധന ഉയർത്തി ആരാധന, ആരാധന, ആരാധന. വായികളെ തുറന്ന ആരാധന, ആരാധന, ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു
അങ്ങേക്കും നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കും നന്ദി. അതിന്റെ ലിറിക്സ് ഇപ്രകാരം പറയുന്നു: ആരും സഹായിപ്പാൻ ഇല്ലാതെ വന്നപ്പോൾ കൈ നീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. അടുത്ത ലൈൻ ഇപ്രകാരം പറയുന്നു: വേണ്ടെന്ന് കാതിൽ പറഞ്ഞവൻ എന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു നിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. ആരും സഹായിപ്പാൻ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടിയിട്ടില്ലേ? ഒരു പക്ഷെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കാം, ഒരു പക്ഷെങ്കിൽ സമാധാനത്തിനായിരിക്കാം, സ്വസ്ഥതയ്ക്കായിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നു: വേണ്ടെന്ന് കാതിൽ പറഞ്ഞവൻ എന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ഹല്ലേലൂയ. വേണ്ടെന്ന് കാതിൽ പറഞ്ഞത് അത് മനുഷ്യനല്ല പറഞ്ഞത്, നമ്മുടെ കൂട്ടുകാരല്ല പറഞ്ഞത്, നമ്മുടെ അയൽവക്കക്കാരല്ല പറഞ്ഞത്, നമ്മളെ ഓരോരുത്തരെ മെനഞ്ഞ് ഈ ഭൂമിയിൽ വിട്ട ആ സർവശക്തനായ ദൈവം പറയുക: വേണ്ടെന്ന് കാതിൽ പറഞ്ഞവനെല്ലാം വേണ്ടുന്നതെല്ലാം നിനക്ക് വേണ്ടി തന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ, ഈ ഭൂമിയിലുള്ളവരെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് നിനക്ക് ഇന്ന കാര്യം ചെയ്തു തരാം, ഇന്ന വഴിയിലൂടെ നിന്നെ കൊണ്ടുപോകാമെന്ന് ഈ ഭൂമിയിൽ ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. പക്ഷെങ്കിൽ സർവശക്തനായ ദൈവം നിന്നോട് പറഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടുന്നതെല്ലാം നിറച്ചു തരും. ഹല്ലേലൂയ. ആരും സഹായിപ്പാൻ ഇല്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാൻ ഇല്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം. ആ കരങ്ങൾ ഉയർത്തി ആരാധന കൊടുക്കാം. ഓ ആരാധന, 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. അടുത്ത വരി പറയുന്നു: കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്ര രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഭാരപ്പെട്ട് ഒരാവശ്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പ്രായത്തിലുള്ളവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. കർത്താവേ, എനിക്ക് അത് കിട്ടിയാൽ കൊള്ളാമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ കരഞ്ഞ് വിഷമത്തോടെ ഇങ്ങനെ കട്ടിലെ കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഞെട്ടി ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ അരികത്തിരിക്കുന്നത് കാണും. ഹല്ലേലൂയ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ കുസൃതി കാണിക്കുമ്പോൾ നമ്മുടെ പേരൻസ് നമ്മളെ തല്ലാറുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ അമ്മ എന്നെ ഒത്തിരി തല്ലാറുണ്ട്, അതുപോലെ കുസൃതി കാണിക്കുമ്പോൾ തല്ലാറുണ്ട്. പക്ഷെങ്കിൽ രാത്രി, അതായത് നമ്മൾ നല്ല ഉറക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ തല്ല് തന്നിടത്ത് ഇങ്ങനെ തിരുമുന്നത് കാണാമായിരുന്നു. അമ്മ ഇങ്ങനെ തലോടുന്നത് കാണാം. ഇടയ്ക്ക് കവിളിൽ ഒരു ഉമ്മയൊക്കെ തരും. എന്നിട്ട് എന്തുവാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരമ്മ നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി എത്രത്തോളം കരുതുന്നുണ്ട്. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ
ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ. ആരാധന കൊടുക്കാമോ? ഓ ആരാധന, 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നവരിൽ ഒത്തിരി ആവശ്യങ്ങളുള്ളവർ കാണും അല്ലേ? ഒരു പക്ഷെങ്കിൽ നമ്മൾ പുറത്തു നോക്കുമ്പോൾ എല്ലാം കാണും, എല്ലാ സൗകര്യങ്ങളും കാണും. പക്ഷെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒത്തിരി വിഷയങ്ങൾ കാണും. ഭവനത്തിന്റെ പേരിലായിരിക്കാം, സ്വന്തമായിട്ട്, അതുപോലെ ജീവിതത്തിൽ കുടുംബത്തിന്റെ പേരിലായിരിക്കും ഒത്തിരി വിഷമത്തോടെ, ഒത്തിരി ഭാരങ്ങളാൽ കടന്നു വരുന്നവർ സൂമിലൂടാണെങ്കിലും യൂട്യൂബിലൂടാണെങ്കിലും കാണുന്നവർ ഒത്തിരി പേര് കാണും. പക്ഷേ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവത്തിന് ആരാധന കഴിച്ചാൽ, ഹല്ലേലൂയ, ഒരു മടിയും കൂടാതെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം തന്നെ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഇവിടെ പാടുന്നത് ഇങ്ങനെയാണ്: നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താണ്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങയ്ക്ക് നന്ദി. ഒരു നിമിഷം കൂടെ നമുക്കത് ചേർന്ന് പാടാം. ഓ നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി ആരാധന, ആരാധന, ആരാധന. ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു. ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ അനുഭവം ചെറുതായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം കോളേജിൽ ഫീസ് കെട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം കെട്ടി, പക്ഷേങ്കിൽ അവസാനത്തെ കുറച്ച് തുകയും കൂടെ കോളേജിൽ കെട്ടിവെക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയാണ്, പക്ഷേ എങ്ങനെയോ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി. ഞാൻ എക്സാം എഴുതാൻ ഹോളിൽ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഞങ്ങളുടെ ഹോളിൻ്റെ ബാക്കി ഏതാണ്ട് 22ഓളം കുഞ്ഞുങ്ങൾ, 22 പേര് അതിൽ ഫുൾ പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പുറകിൽ നിന്നേ പിള്ളേരെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുക, പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഇവർ ഓരോരുത്തരെ എടുത്തു മാറ്റുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര നാണക്കേടാണ്. കാരണം ഞാൻ ഏറ്റവും മുമ്പിൽ ഇരിക്കുവാണ്, പുറകിൽ നിന്ന് ഓരോരുത്തരെ ഫീസ് കംപ്ലീറ്റ് അടയ്ക്കാത്തവരെല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ഇവർ ഇങ്ങനെ ഓരോരുത്തരെ മാറ്റി അവസാനം 22ാമത്തെ വ്യക്തിയായ എൻ്റെ അടുക്കലും വന്ന് എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇവരെന്നെ നോക്കിയിട്ട്, ആ പ്രിൻസിപ്പാൾ എന്നെ നോക്കിയിട്ട് അവരങ്ങ് കടന്നുപോയി.
കടന്നു പോയിട്ട് ഞാൻ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ക്യാഷ് റെഡിയായി. ഞാനത് കൊണ്ട് പേ ചെയ്തിട്ട് അപ്പം പ്രിൻസിപ്പാളിൻ്റെ നിന്ന് ഒരു സൈൻ മേടിക്കണം. അങ്ങനെ ഞാൻ ആ ക്യാബിനുള്ളിലേക്ക് കയറി. മാഡം, ഞാൻ ഇതുപോലെ ഫീസ് അടച്ചിട്ടില്ലായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ എക്സാം എഴുതിയെന്ന് പറഞ്ഞു. അപ്പം മാഡം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാരോണെ, നിന്നെ കണ്ടപ്പോൾ അവിടെ ഇരുന്നോട്ടെന്ന് തോന്നി. കാരണം യൂണിവേഴ്സിറ്റി എക്സാം, നിന്നെ കണ്ടപ്പോൾ അവിടെ ഇരുന്നോട്ടെന്ന് തോന്നും. കാരണം ദൈവത്തിന്റെ മകനെ തൊടുവാൻ, ഹല്ലേലൂയ, ശത്രുവെ നീ എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ എന്തു നല്ലോർ സഖി യേശു, അവൻ എൻ്റെ പാപ ദുഃഖമെല്ലാം വഹിക്കും. നമ്മൾ മനുഷ്യരോട് പറയുന്നതിലുപരി, നമ്മുടെ മാതാപിതാക്കളോട് പറയുന്നതിലുപരി നമ്മൾ കർത്താവിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവൻ എൻ്റെ കൈകളിൽ വഹിക്കും. ഇവിടെ പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം, രക്ഷകനല്ലോ സങ്കേതം, നീ യേശുവിനോട് അറിയിക്കുക. അടുത്ത ഇപ്രകാരമുണ്ട്, മിത്രങ്ങൾ നിന്നെ നിന്ദിക്കുന്നുണ്ടോ, പോയി നീ യേശുവിൻ്റെ അടുക്ക ചൊല്ല്. യേശുവിൻ്റെ അടുക്ക ചൊല്ലിയാൽ, നമ്മൾ മിത്രങ്ങളോട് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷെങ്കിൽ അവർ നമ്മളോട് പിണങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ അവരോട് ഷെയർ ചെയ്താൽ, അവരിതുപോലെ മൈക്കും പിടിച്ച് പല സ്ഥലങ്ങളിൽ ചെന്നിങ്ങനെ വിളിച്ചു പറയും, അവൻ ഇന്ന പോലെ ഒരു കുഴപ്പമുണ്ട്, ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെങ്കിൽ നീ യേശുവിൻ്റെ അടുക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ട്, പോയി നീ യേശുവിനോട് ചൊല്ല്, അവൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കും. ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ അവൻ മാനിക്കും. എൻ്റെ ജീവിതത്തിന്റെ അനുഭവം തന്നെ. നമുക്ക് ആ വരി ചേർന്ന് പാടാം, എന്തു നല്ലോർ സഖി യേശു, പാപ ദുഃഖം വഹിക്കും. എന്തു നല്ലോർ സഖി യേശു, പാപ ദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായിക നിമിത്തം. കഷ്ടം ശോധനകളും ഈ വിധ ദുഃഖങ്ങളും, രക്ഷകനല്ലോ സങ്കേതം, യേശുവോടറിയിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മുടെ അടുത്തുള്ളവരോട് അതൊന്ന് ഷെയർ ചെയ്യും. എങ്ങനെയാലും അവരൊന്ന് മനസ്സിലാക്കിയാൽ, വേദന കൊണ്ട് കേട്ടോ, ഭാരം കൊണ്ട്. പക്ഷേ ഇവിടെ പാട്ടുകാരൻ പറയുന്നത്, നിനക്ക് ഭാരമുണ്ടോ, പ്രയാസമുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, നീ ആരുടെ അടുക്കൽ ആദ്യം മുമ്പിൽ പറയണ്ടേ? നീ യേശുവിൻ്റെ അടുക്ക പറ. യേശുവിൻ്റെ അടുക്ക പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ, പോയി ചൊല്ലേശുവോടല്ല, അവൻ നിന്നെ ഉള്ളം കൈലീശൻ കാക്കും. അങ്ങുണ്ടാശ്വാസമെല്ലാം ഉള്ളം കൈലീശൻ കാക്കും. അങ്ങുണ്ടാശ്വാസമെല്ലാം. ചേർന്ന് പാടാമോ? മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ, പോയി ചൊല്ലേശുവോടല്ല, ഉള്ളം കൈലീശൻ കാക്കും. അങ്ങുണ്ടാശ്വാസമെല്ലാം. അതുകൊണ്ടാ പാട്ടുകാരൻ പറഞ്ഞത്, എന്തു നല്ലോർ സഖി യേശു. ഹല്ലേലൂയ. ഒത്തിരി കൂട്ടുകാർ കാണും അല്ലെ, ഒത്തിരി സ്നേഹിതന്മാർ നമുക്ക് കാണും. പക്ഷെ ഇവിടെ പറഞ്ഞത്, നമ്മുടെ ഭാരങ്ങൾ പറയുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ, ഉള്ളം കയ്യിൽ നമ്മളെ കാക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂടെ?
നമ്മുടെ ഭാരങ്ങൾ അറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ? പക്ഷെങ്കിൽ പാട്ടുകാരൻ പറയുന്നു, ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അങ്ങനെ ഒരു ആത്മാർത്ഥ സ്നേഹിതനുണ്ട്, ഉത്തമ സഖിയുണ്ട്. ഹല്ലേലൂയ! അത് നമ്മൾ ഈ രാത്രികാലം നമ്മൾ ഉയർത്തുന്ന നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ! അവൻ എന്റെ രോഗിക്ക് സൗഖ്യദായകനാ, അവൻ എനിക്ക് വൈദ്യനാ. ഹല്ലേലൂയ! കടബാധിതയാൽ ഭാരപ്പെടുന്നവരുണ്ടോ? നിന്റെ കടം മാറ്റുവാൻ മനുഷ്യരുടെ അടുക്കലല്ല ചെല്ലേണ്ടത്, മറിച്ച് നീ ദൈവത്തിന്റെ അടുക്കൽ ചെല്ല്. അവൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കും. ഉള്ളം കയ്യിൽ വഹിക്കുക മാത്രമല്ല, അവൻ നിന്നെ മറ്റുള്ളവർ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൺവെൻഷനൊക്കെ നടത്തും, യൂണിയൻ കൺവെൻഷൻ നടത്തും. അന്നപ്പോൾ ഞാൻ ചെറിയ പയ്യനാ. അപ്പോൾ എനിക്ക് അവിടെ പാടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് അവിടെ പാടണം. പക്ഷെങ്കിൽ നമുക്കറിയാമല്ലോ, പാട്ടുകാർ ആദ്യം നമുക്ക് തരുന്നത് ഒന്ന് ആൾക്കാർ വരുന്നതിന് മുമ്പാണ് പാടാൻ അവസരം തരുന്നത്. പിന്നെ പാടാൻ അവസരം തരുന്നത് നമുക്ക് ഏറ്റവും അവസാനമാണ്. അത് ഈ ആൾക്കാർ ഇറങ്ങി പോകുമ്പോഴാണ് പാടുന്നത്. പക്ഷെങ്കിൽ ഈ സമയം തൊട്ടടുത്ത വീട്ടിൽ ഈ വരുന്ന ദൈവദാസന്മാർക്ക് ആഹാരം ഒരുക്കിക്കൊണ്ടിരിക്കുമായിരിക്കും എൻ്റെ മമ്മി. പക്ഷെങ്കിൽ ഈ ആദ്യത്തെ പാട്ട് മമ്മി കേൾക്കുന്നത് കോളാമ്പിക്കകത്തൂടെ കേൾക്കുന്നത്. കോളാമ്പിക്കകത്തോടെ വീട്ടിൽ കേൾക്കും. പക്ഷെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്, എന്നെ കാണണമെന്ന്, ഇപ്പം പാടുന്നൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഈ പാട്ടെല്ലാം കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് പ്രസംഗം തുടങ്ങുമ്പോഴായിരിക്കും മമ്മി കൺവെൻഷന് വരുന്നത്. പിന്നെ പ്രസംഗം തീരുന്നതിന് മുമ്പ് പിന്നെ എഴുന്നേറ്റ് പോകും. എന്തിനാ? ഈ വരുന്ന ദൈവദാസന്മാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മമ്മി പെട്ടെന്ന് തിരിച്ചെഴുന്നേറ്റ് പോകും. അന്നേരവും ഈ കോളാമ്പിക്കകത്തോടെ പാട്ട് കേൾക്കും. പക്ഷെങ്കിൽ അന്ന് പ്രസംഗകരായിട്ട് വന്നുകൊണ്ടിരുന്നത് ബാബു ചെറിയാൻ പാസ്റ്റർ, അതുപോലെ പ്രിൻസ് റാന്നി, അങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ കടന്നു വന്നു. പക്ഷെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് പവർവിഷൻ ടിവിയിൽ ഈ ദൈവദാസന്മാരോടൊപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യുക. ഇന്ന് എൻ്റെ അമ്മ വീട്ടിലിരുന്ന്, അമ്മ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ എവിടെല്ലാം ഉണ്ടോ അവരെല്ലാം ഇരുന്ന് കാണുക. ഹല്ലേലൂയ! ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ ദൈവശക്തനാ. ഹല്ലേലൂയ! ഓ, എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും, എന്റെ സങ്കേതവും ബലവും, ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും, ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഏത് നിലയിൽ മുമ്പോട്ട് പോകാനെങ്കിൽ. ഇവിടെ പാട്ടുകാരൻ പറയുന്നു, ഇത്ര നല്ലവനാ പ്രിയനെ, ഇത്രയിൽ രുചിച്ചറിയുവാൻ നമുക്ക് തന്ന ഭാഗ്യം. ഹല്ലേലൂയ! ഒരു ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതം പലപ്പോഴും വഴിയിൽ വെച്ച് അവസാനിക്കേണ്ട പല സാഹചര്യങ്ങൾ വന്നു. പക്ഷെങ്കിൽ ഇത്ര നല്ലവനായ ഈ പ്രിയനെ നമ്മൾ രുചിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിന്, ഹല്ലേലൂയ, എൻ്റെ ലൈഫിന് ഒരു തുടക്കവും എന്തൊക്കെയോ ആയി തീർന്നെങ്കിൽ അത് ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കാൻ ഇനി ഞങ്ങൾ മുമ്പോട്ട് പോകത്തില്ല, കുടുംബമായി പല രീതിയിൽ ഭാരപ്പെട്ടവർ കാണും. പക്ഷെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ, ഓ, ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ, ഇത്തരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ
ഒടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പപ്പായും മമ്മിയുമാണ് ആദ്യം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അവര് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ മൂത്തയാളാണ്. അപ്പോൾ എൻ്റെ നേരെ ഇളയ അനിയൻ ഷിറിൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ജനിച്ചപ്പോൾ മുതൽ അവൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ട്. അവന് ഫിക്സ് വരും, കൂടെ ഫിക്സ് വരുമായിരുന്നു. ഈ ഫിക്സ് വന്നതുകൊണ്ട് അവൻ്റെ ശരീരത്തെ അത് ഒത്തിരി ബാധിച്ചു. ഒത്തിരി പ്രയാസത്തിലൂടെ അവൻ മുമ്പോട്ട് പോകാനിടയായി. പലപ്പോഴും ഈ കുഞ്ഞിന് വയ്യാത്തതിൻ്റെ പേരിൽ മമ്മിയും പപ്പയും അവർ ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കി. പക്ഷെങ്കിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇവൻ പലപ്പോഴും ഈ അസുഖം മൂർച്ഛിച്ചിട്ട് പലപ്പോഴും മരണത്തോടും മല്ലടിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മളാരും പിതാക്കന്മാർ കരയുന്ന അങ്ങനെ ആരും കണ്ടിട്ടില്ല. പലപ്പോഴും എപ്പോഴും കരയുന്നത് അമ്മമാരാണ് എപ്പോഴും കരയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെങ്കിൽ എൻ്റെ കുഞ്ഞനിയനെ അവനെ എൻ്റെ പപ്പ കയ്യിലെടുത്ത് വെച്ചൊരു പൊട്ടിക്കരയുന്ന കണ്ടിട്ടുണ്ട് പലപ്പോഴും. എന്ന് വെച്ചാൽ ഇവൻ ജീവന് വേണ്ടി കൊതിക്കുക, പലപ്പോഴും നിത്യ ശ്വാസം കിട്ടാതെ ഭാരപ്പെടുക. പക്ഷെങ്കിൽ അമ്മ അന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് ഇവനെ തരുന്നെങ്കിൽ ഇവനെ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, വിടുതലോടെ തന്നെ എനിക്ക് ഇവനെ തിരിച്ചു തരണം. അമ്മയുടെ പ്രാർത്ഥന അതാണ്. അപ്പോൾ ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. കുഞ്ഞ് പലപ്പോഴും വേദനയോടെ, പ്രയാസത്തോടെ, ബുദ്ധിമുട്ടോടെ അവനിങ്ങനെ കഴിഞ്ഞു. പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ പോലും ഞങ്ങൾക്ക് അങ്ങനത്തെ സാഹചര്യം പലപ്പോഴും ഇല്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നീ ദൈവത്തെ അറിഞ്ഞാൽ പലതും നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകും, പല നന്മകളും നിനക്ക് മുടക്കമല്ല. പക്ഷെങ്കിൽ അവിടെ നീ ദൈവത്തെ വിടാതിരുന്നാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഉയർത്തുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ഇല്ലായ്മകളെ പറയുവാനില്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴികളെ. ഹല്ലേലൂയ. അങ്ങനെ ഈ കുഞ്ഞ് അവൻ ഒത്തിരി പ്രയാസത്തോട് മുമ്പോട്ട് പോയി. പിന്നെ 5, 6 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവനെ പലയിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം മറ്റൊന്നുമല്ല, എവിടെ ചെന്നാലും എല്ലാ കാര്യങ്ങളും വേണം, എന്ത് കണ്ടാലും ആവശ്യം വരും. പക്ഷെങ്കിൽ ആദ്യമൊക്കെ മനുഷ്യർ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും അവന് കൊടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പിന്നെയും ഓരോന്ന് കാണുമ്പോൾ വേണം എന്ന് പറയുമ്പോൾ അവരുടെ മുഖഭാവം മാറും. അതുകൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഇവനെ പലയിടത്തും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല, പലപ്പോഴും കൊണ്ടുപോകത്തില്ല. കാരണം പലയിടത്തും നമുക്കൊരു നാണക്കേടായി തീർന്നാലോ, വേദനയായി തീർന്നോ. പക്ഷെങ്കിൽ ചർച്ചിലൊക്കെ വരുമ്പോൾ മമ്മി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കും, ഈ കുഞ്ഞിന് വേണ്ടി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അവൻ 10th എക്സാം അവൻ്റെ ജീവിതത്തിൽ 10th എക്സാം അവൻ നല്ല മാർക്കോടുകൂടി അവൻ പാസ്സാകുവാനിടയായി. അതുപോലെ തന്നെ 12th അവൻ നല്ല മാർക്കോട് പാസ്സാകാനിടയായി. അവൻ്റെ കോളേജിൽ പഠനത്തിൽ അവൻ നല്ല മാർക്കോടെ പാസ്സായി. ഞാനിവിടെ ഓടിച്ചു പറയാനുള്ള കാരണം അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി വൈകല്യങ്ങളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ വൈകല്യങ്ങളെ മാറ്റിയൊരു ദൈവമുണ്ട്. വൈകല്യങ്ങളിൽ കൂടെ തന്നെ ഒത്തിരി സാമ്പത്തികമായും, കാരണം നീ ദൈവത്തെ അറിഞ്ഞാൽ നിനക്ക് കഷ്ടതയുണ്ട്, നീ ദൈവത്തെ അറിഞ്ഞാൽ നിനക്ക് പ്രയാസമുണ്ട്, നീ ദൈവത്തെ അറിഞ്ഞാൽ നിനക്ക് രോഗമുണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം നിനക്ക് വരുന്നത് നിന്നെ മുടിച്ചു കളയുവാനല്ല, നിന്നെ തകർത്തി കളയുവാനല്ല, മറിച്ച് ഹല്ലേലൂയ ആ തീയിൽ ഒരു പൊന്നു പോലെ പുറത്തു വരുവാൻ വേണ്ടിയാണ്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾ. അങ്ങനെ ഒരു രാത്രികാലം ഞാൻ ഭാരത്തോടെ, പ്രയാസത്തോടെ, വിഷമത്തോടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ചർച്ചിൽ ഞാൻ ഏകദേശം ഒരു 12 മണി നേരത്ത് ഞാനിങ്ങനെ പാടിക്കൊണ്ട് പല കാര്യങ്ങൾ ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ വായിൽ തന്ന ഒരു പാട്ടാണ്, വിൺമയമാകും ശരീരം വിൻരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. നിനക്ക് ഭാരമുണ്ടോ? പ്രയാസമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? നിരാശയുണ്ടോ? ഹല്ലേലൂയ. അതെല്ലാം നിന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതായി തീരട്ടെ. വിൺമയമാം ശരീരം നമ്മുടെ കർത്താവ് നമുക്കൊരിക്കൽ തരും. അന്ന് നമ്മുടെ എല്ലാം അല്ലലെല്ലാം മാറും. എപ്പോഴാണ്? ആ സ്വർഗീയ ശില്പിയെ ഞാൻ മുഖാമുഖമായി കാണുമ്പോൾ. ചേർന്ന് പാടാം. സ്വർഗീയ ശില്പിയെ ഞാൻ നേരിൽ കാണും, എൻ്റെ അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിൺമയമാം ശരീരം വിൻരൂപി നൽകുമ്പോൾ എൻ്റെ അല്ലലെല്ലാം മാറിയിടുമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദമായിരിക്കും. ഒരു ഊമരും മുടന്തരും അവരെല്ലാം നടക്കുന്നതും സംസാരിക്കുന്നതും ചെയ്യുന്നത് ആ കർത്താവ് വാനമേഘത്തിൽ വെളിപ്പെടുമ്പോഴാ. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ഒരു ചേർന്ന് പാടാം. ഓ
കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാം ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എൻ്റെ അല്ലലെല്ലാം മാറും. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ രോഗത്തിനോ പ്രയാസങ്ങൾക്കോ ബുദ്ധിമുട്ടിനോ കടബാധ്യതയ്ക്കോ ആ ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഇതിനൊന്നും കഴിയത്തില്ല. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരു ഭാരമുണ്ടെങ്കിൽ, ഒരു രോഗമുണ്ടെങ്കിൽ അതിനെ നോക്കി വിളിച്ചു പറയണം, രോഗമേ നീ അല്ല എനിക്ക് വലുത്, എൻ്റെ യേശുവാണ് എനിക്ക് വലുത്. യേശുവിൻ്റെ നാമം എവിടെയെല്ലാം ഉയരുന്നോ അവിടെ രോഗസൗഖ്യം നടക്കുന്നുണ്ട്, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലവും ഇന്ന് ഈ സ്ഥലത്ത് ഹല്ലേലൂയ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ മധ്യത്തിൽ കടന്നു വരാം എന്ന് അരുളി ചെയ്ത ആ യേശുവിന്റെ സാന്നിധ്യം ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അഭിഷേകം വന്നു കഴിഞ്ഞാൽ പല വേദനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവും. അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്ന് പാടാം. കരങ്ങളെ ചേർത്തടിച്ച് ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഉണർന്ന് ശോഭിക്കുവാൻ. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കരങ്ങളെ ചേർത്തടിച്ച് ഓ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ചേർന്ന് പാടാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു അഭിഷേകം പകർന്നിടുക, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. അന്ധകാര ശക്തികളെ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. ചേർന്ന് പാടാം. അഭിഷേകം, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും
ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടാരാധിപ്പാ ആത്മാവിനാലേ നിശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടാരാധിപ്പാ ആത്മാവിനാലേ നിശക്തിയാലേ വൻകോട്ട ചേർന്ന് പാടാം അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി ഒരിക്കൽ കൂടി ചേർന്ന് പാടാം അഭിഷേകം പകർന്നിടുക പുതുശക്തി അഭിഷേകം പകർന്നിടുക അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ ഓ ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം വേഗം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും വേഗം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം ദാനമായി പ്രാർത്ഥിക്കാം ആത്മാവിൽ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം ഓ നല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം നല്ലവൻ അവൻ വല്ലവൻ വിടുതലെന്ന് പ്രാപിക്കാം വിടുതലെന്ന് പ്രാപിക്കാം ഓ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിച്ചേർന്ന് പാടാം ആരാധിക്കാം ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം നല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം നല്ലവൻ അവൻ വല്ലവൻ വിടുതലെന്നും പ്രാപിക്കാം ഓ വിടുതലും ചേർന്ന് പാടാം പ്രാർത്ഥിക്കാം ആത്മാവിൽ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം ഓ നല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം നല്ലവൻ അവൻ വല്ലവൻ വിടുതലെന്നും പ്രാപിക്കാം ഓ വിടുതലെന്നും പ്രാപിക്കാം വിടുതലെന്നും പ്രാപിക്കാം അവൻ വിടുതലെന്നും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള ഫലിക്കും ചേർന്ന് പാടാം പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം ഓ നല്ലവൻ അവൻ വല്ലവൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം ഈ നല്ലവൻ അവൻ വല്ലവൻ വിടുതലെന്നും പ്രാപിക്കാം ഓ വിടുതലെന്നും പ്രാപിക്കാം ഹല്ലേലൂയ വിടുതലെന്നും പ്രാപിക്കാം വിടുതലെന്നും പ്രാപിക്കും വിടുതലെന്നും പ്രാപിക്കാം ഓ വിടുതൽ ഹല്ലേലൂയ വിടുതലെന്നും പ്രാപിക്കാം വിടുതലെന്നും പ്രാപിക്കാം ആമേൻ വിടുതൽ എന്നും പ്രാപിക്കാം ഓ
എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. കാരണം യേശുവിന്റെ അടിസ്ഥാനമായിരിക്കുക. ഹല്ലേലൂയ. മനുഷ്യനല്ല എൻ്റെ അടിസ്ഥാനം. എൻ്റെ അടിസ്ഥാനം ഒരിക്കൽ കൂടി പറയാവോ? മനുഷ്യനല്ല എൻ്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് ക്രിസ്തുവില. യേശു എന്ന അടിസ്ഥാനം, ആശയാവനിലത്രേ. യേശു എന്ന അടിസ്ഥാനം, ആശയാവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.